ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീറ്റ് മസാലയാണ്. നമുക്ക് ഉരുളക്കിഴങ്ങ് കറിക്കും ഗ്രീൻ പീസ് കറിക്കും ചിക്കനും ബീഫിനും എല്ലാത്തിനും ചേർക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കനം കുറച്ചരിഞ്ഞ വെളുത്തുള്ളി അതൊന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. പാൻ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് ഇട്ടതിന് ശേഷം പിന്നെ തീ ഒന്ന് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കാരണം എണ്ണയൊന്നും ചേർക്കാത്തതല്ലേ. ഇനിയിപ്പം നമുക്ക് ഷോപ്പിലൊന്നും പോയി കറി മസാല ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. മുട്ടക്കറിക്കും കടലക്കറിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടുന്ന എല്ലാ കറികൾക്കും ചിക്കന് ബീഫിന് എന്തിനാണെങ്കിലും നമുക്കിത് ചേർക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. അധികം വേറെ കാര്യമായിട്ടുള്ള ഇതൊന്നും നമ്മൾ ചേർക്കുന്നുമില്ല. 1 മാസം വരെയൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും പൊടിച്ചതിന് ശേഷം. അങ്ങനെ വെളുത്തുള്ളി ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, നമ്മുടെ ഈ പരിപ്പൂടെയൊക്കെ ഉണ്ടാക്കുന്ന കടലയുടെ ചനാദാല് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം. അത് ഇതുപോലെ തീ കുറച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ മൂക്കണം. മൂത്തതിന് ശേഷം മാത്രമേ ഇതും എടുക്കാവുള്ളൂ. എന്നാലേ നമുക്ക് മിക്സിയിൽ ഇട്ടാൽ ഇതൊന്ന് പൊടിഞ്ഞു വരുള്ളൂ. നമ്മുടെ കടലപ്പരിപ്പ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 50 ഗ്രാം കൊറിയാണ്ടർ സീഡ്, മല്ലിയുടെ മുഴുവനുള്ള മല്ലി, അത് ഒരു 7 വത്തൽ മുളക്, ഞാനിവിടെ കാശ്മീരി പിരിയമുളകാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോലം, 1 ജാതിക്കാര കുരു, 1 ടേബിൾ സ്പൂൺ കറുവാപ്പട്ട, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, ഉണക്ക മഞ്ഞൾ 1 ടീസ്പൂൺ. ഇത്രയും ഇട്ട് നല്ലപോലെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം ഇടുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ആദ്യം ഇടുന്നത് കരിഞ്ഞു പോകും. അപ്പം നമുക്കിനി ഗ്യാസ് കത്തിച്ച് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിരിയമുളകല്ലാത്ത സാധാരണ വത്തൽമുളകും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട. എല്ലാത്തിൻ്റെയും പച്ചമണം നല്ലപോലെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്ക് ചെറിയ തീയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് തീയിൽ ഇത് വെച്ചിട്ട് ഇളക്കാവുള്ളൂ. കാരണം ജീരകവും കടുകും ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലുള്ള സാധനങ്ങളാണ്. ഇതിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും നല്ല മണം വരും. മണം വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് ആറാനൊന്ന് വെക്കണം. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുള്ളൂ. ഈ ഡ്രൈ മഞ്ഞളും കറുവാപ്പട്ടയൊക്കെ നമ്മൾ ടേബിൾ സ്പൂണിൻ്റെ അളവ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇടിക്കുന്ന കല്ലിനകത്തോ അരകല്ലിലോ നല്ലപോലെ ഒന്ന് ഇടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം സ്പൂണിന് അളവ് നിർത്താൻ മതി. ഞാൻ അങ്ങനെയാണ് ഈ ഡ്രൈ മഞ്ഞൾ എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒന്ന് ചൂടാറട്ടെ. ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നതിന് മുമ്പ് മറക്കരുത്, നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കടലപ്പരിപ്പും കൂടെ ഇതിൻ്റെ കൂടെ എല്ലാവരും ചേർക്കണം, മറക്കരുത്. നമ്മുടെ മസാല കൂട്ട് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ജാറിലിട്ടൊന്ന് പൊടിച്ചോണ്ട് വരാം. ഇതിവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതുമാണ്. താങ്ക്